ഹലോ, എല്ലാവർക്കും എൻ്റെ VS വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പൊന്നാങ്കണ്ണി ചീരയാണ് ഉണ്ടാക്കുന്നത്. അതിൽ കൂടെ കുറച്ച് പച്ചച്ചീരയും കൂടെ ഇടുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് മാത്രമേ പൊട്ടിക്കുകയുള്ളൂ. വറ്റലുകൾക്കും കറിവേപ്പിലയൊന്നും ഇടില്ല. അത് എല്ലാത്തിനും ഇല്ല, ചില ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് ചീര അരിഞ്ഞ് വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചീര മറ്റ് ചീരകളെ പോലെയല്ല, ഒത്തിരി വേവുണ്ട് കേട്ടോ. നല്ലോണം നമ്മളൊന്ന് വേവിച്ചെടുത്താലേ ഒക്കെയുള്ളൂ. പോഷക ഗുണമുള്ളതാണ്, അതുപോലെ തന്നെ കുറച്ച് പ്രശ്നക്കാരനുമാണ്. ഇത് നമ്മൾ നല്ല വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നോക്കും, നമ്മളെ പൊന്നാങ്കണ്ണി ചീര കണ്ട വഴണ്ട് ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, വെന്ത് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല ഒതുങ്ങിയിട്ട്. ഇനി നമുക്കിതിൽ പച്ചച്ചീര ഇട്ട് കൊടുക്കാം. ഇതും എൻ്റെ വീട്ടിൽ തന്നെയാണ്. നിങ്ങൾ മുമ്പിലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പച്ചക്കീരയും പൊന്നാങ്കണ്ണി ചീരയും വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും പച്ചച്ചീരയും കൂടെ വെന്ത് നല്ല ചേർന്നിട്ടുണ്ട്. ആ ചീരയിൽ നിന്ന് ഒന്ന് വെള്ളമായി കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടുക. ഉണ്ട് ഉപ്പും. ഇനി ഇതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല ജീരകവും വെളുത്തുള്ളിയും കൂടെ തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്താണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണിയും പച്ചച്ചീരയും കൂടെയുള്ള തോരൻ നമുക്ക് അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്.